ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സരോജിനി മാർക്കറ്റിലാണ്. സരോജിനി മാർക്കറ്റിൽ ഇവിടെ എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ വാങ്ങണ്ട, ഇവിടെ എന്തൊക്കെ ഉള്ളത് എല്ലാം നമ്മുടെ ഈ വീഡിയോയിലുണ്ടാവും. ഡൽഹി പഴയ ഡൽഹി അല്ല കേട്ടോ, നമ്മൾ പഴയ നമ്മൾ തന്നെയാണ് ഇപ്പോൾ. പക്ഷേ എന്താ കാര്യം, ഇവിടെ പണ്ടൊക്കെ നല്ല ബാർഗെയിൻ നടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ഫിക്സഡ് റേറ്റാണ്. ഇതാ ഈ ടീഷർട്ടൊക്കെ ഉണ്ടല്ലേ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് 300 രൂപയാണ് പറയുന്നത്. ഇതിനോട് ഞാൻ കുറേ കമ്മിയാക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. പണ്ടൊക്കെ നമ്മളിങ്ങനെ വില കുറച്ച് കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ അവർക്ക് നമ്മൾ എടുത്താൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട, ആ ഒരു മട്ടിലാണ്. എന്തായാലും ഇവിടെ ഹിന്ദിയൊക്കെ അറിഞ്ഞാലേ കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ചിലപ്പോൾ ഇവർ നല്ല വില കൂട്ടും. ഇവിടെ നല്ല ടീഷർട്ടുകളുടെയും ഷർട്ടുകളുടെയൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ തോന്നും. അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് കാലം നല്ല അടിപൊളി സ്റ്റൈലായിട്ട് ഇടാം. ഇതാ അത് കഴിയുമ്പോഴേക്കും ഒരുത്താൻ സോക്സുമായിട്ട് വന്നു. 3 എണ്ണം 80 രൂപ. എന്തായാലും അത് വാങ്ങി. गूगल पे कर दो बस एक चाहिए गूगल पे निकल क्या है ये कितना 1000 का है सर. अच्छा इधर फिक्स्ड प्राइस है. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടുത്തെ ഷൂവിൻ്റെ കളക്ഷൻ കണ്ടിട്ട് കണ്ണ് തള്ളി. 1000 രൂപയ്ക്ക് കിട്ട് മോഡലുകൾ ഒന്നും പറയാനില്ല കേട്ടോ. സബറോക്ക് സിന്ദഗി ചോ കബി കഥന്നെ ഹോത്തെ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കളക്ഷൻ. ഒരിക്കലും കമ്മിയാവില്ല. എന്തായാലും വന്നതിന് ഇത് മുതലായിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് എന്തായാലും ഒരു ഷൂ എടുക്കുക എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വേണ്ട, മെല്ലെ എടുക്കുക എന്നാണ് ഇപ്പം തീരുമാനം. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഷൂ ഉണ്ട്. ഇതേ ഷൂകളുടെ ഡ്യൂപ്ലിക്കേറ്റ് പോലത്തെ 300 രൂപയ്ക്കും ഉണ്ട് കേട്ടോ, സെയിം ടു സെയിം. പക്ഷേ അത് നമുക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം പറയാം. ബാക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല 1000 രൂപേൻ്റെ ഏതാണ് 300 രൂപേൻ്റെ ഏതാണ്. അപ്പോൾ ഈ രണ്ടും 2 സെക്ഷനിൽ വെച്ചിട്ടുണ്ട് ഇവർ. ഇതാണ് 300 രൂപേൻ്റെ ഐറ്റംസ്. കണ്ട അവിടെ കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനങ്ങൾ? പൊളിയല്ലേ ലുക്ക്? ഒരു രക്ഷയില്ല. ലുക്ക് ഉണ്ടെന്നുള്ളൂ കേട്ടോ, വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഈ പൈസ കമ്മിയുള്ള സാധനങ്ങൾ. പക്ഷേ പൈസ പവർ തന്നെ. 1000 രൂപേൻ്റെ ഷൂ 300 രൂപേൻ്റെ ഷൂ മാറ്റമുണ്ടല്ലോ. എന്തായാലും ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ എടുക്കണേ കുറച്ച് ഷൂ ഒക്കെ നല്ല തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നാണ് മക്കളെ 8ൻ്റെ പണി കിട്ടിയത് എനിക്ക്. എന്ത് പറയാനാണ്, 400 രൂപേൻ്റെ ജീൻസ് പറഞ്ഞപ്പോൾ ഒന്ന് എടുത്തു നോക്കിയാണ്. കാണാനും അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ എടുത്തിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. സംഭവം നോക്കുമ്പോൾ സിബ് കംപ്ലൈൻ്റ് ആയി. ഒരൊറ്റ പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല, അതിനുള്ളിൽ സിബ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു കാരണം കൊണ്ടും പാൻറ്റ് എടുക്കരുത്. ഇത് 350ൻ്റെ പാൻറ്റാണ്. ഇവിടെ നിന്ന് സരോജിനി മാർക്കറ്റിൽ വന്നിട്ട് നിങ്ങൾ പാൻറ്റ് എടുക്കരുത്. ഷർട്ട് എടുക്കാം, ടീഷർട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. പാൻറ്റുകളൊന്നും എടുക്കരുത്. ലേഡീസ് ചപ്പലടക്കം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇതെല്ലാം ആ കടയിലെയാണ്. അപ്പം പിന്നെ ആ കട കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവാണ്. 100 രൂപേൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ളതെല്ലാം ലേഡീസിൻ്റെ കേട്ടോ, അധികം ഐറ്റംസ്. കുറേ ലേഡീസ് ചപ്പലുകൾ, ലേഡീസിൻ്റെ ഡ്രസ്സുകൾ. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ നല്ല ഹൈഫൈ ഷോപ്പുകളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ 100 രൂപേൻ്റെ വാച്ചുകളാണ്. ഇതെല്ലാം അവിടെ ഫിക്സ്ഡ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിയിൽ നമ്മളധികം ഈ കടകളുടെ ഉള്ളിലൊന്നും പോകുന്നില്ല. പഞ്ചിമിഠായി എന്തായാലും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അടിപൊളിയാണ്. നമ്മളൊന്നും എടുക്കുകയൊന്നും വേണ്ട, പക്ഷെ നമുക്കിങ്ങനെ നടക്കാം. പക്ഷേ കുട്ടികളിൽ നിന്നും കൊണ്ടുവരരുത്. നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. എല്ലാത്തും ഇങ്ങനെ നടക്കുക. ചുമ്മാ ക്രൗഡിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് ഓരോരോ സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചിലതൊക്കെ 200, 300, അങ്ങനെ 100 രൂപയ്ക്ക് അങ്ങനെ വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സരോജിനി മാർക്കറ്റിൽ നിന്ന് കിട്ടും.
എന്തായാലും എൻ്റെ കൂടെ ലേഡീസൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ കണ്ട അതവിടെ ഈ 100 രൂപ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഹാൾട്ട് അടിക്കും. എന്താ ലേഡീസിനുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആൺകുട്ടികൾ ജെൻസിനുള്ളതിനെ വെച്ച് കൂടുതൽ എനിക്ക് കണ്ടത് ലേഡീസിനാണ്. ഈ പൊട്ട്, മാള, മാല, കമ്മൽ, അതുപോലെ തന്നെ ചെറിയ കുർത്തകൾ, അങ്ങനെ എല്ലാ ലേഡീസിൻ്റെ ഐറ്റംസും ഇവിടെയുണ്ട്. ഇത് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബാഗ് കണ്ട, ഇതൊക്കെ കണ്ടിട്ട് വാങ്ങാതെ ഏതെങ്കിലും പെൺകുട്ടികൾ വരുമോ? എന്തുവാടേ ഇത്, നടന്നിട്ട് തീരുന്നില്ലല്ലോ. കുറേ നേരമായിട്ടാണ് നടക്കാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മതിയായി. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതുവരെ കണ്ടില്ല. ഫുള്ള് ഷോപ്പിംഗ് ആയിട്ടാണ്. എന്തായാലും ഞാൻ സിംഗിളായത് നന്നായി. ഇപ്പം ഞാനൊരു 4-5 പേര് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെയൊന്നും എത്തില്ല. കാരണം ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഹാൾട്ടാവുമല്ലോ. കുട്ടികൾക്ക് കുറേ ഐറ്റങ്ങളുണ്ട്, ലേഡീസിനുണ്ട്, ജെൻസിനുണ്ട്, വയസ്സായ ആളുകൾക്കുണ്ട്, അങ്ങനെ എല്ലാ പ്രായക്കാർക്കുള്ളതുണ്ടല്ലോ. ഹോ, ഇതെന്താ ബ്രാൻഡഡ് ഡ്രസ്സുകൾ? ഈ ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെ ഇവിടെ എന്താ? ഈ പൊന്തിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നമ്മളിവിടെ വരുന്നത് തന്നെ വിലപേശി വാങ്ങാനാണ്. ഓക്കെ, അത് വാങ്ങുന്ന ആളുകളും ഉണ്ടായിരിക്കും. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ പ്രശ്നം എന്താ അറിയോ, നമ്മളിങ്ങനെ ആരെയും ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണ്. കാരണം ഇവിടെ വീഡിയോ അവർ എടുക്കുന്നത് കണ്ടാൽ തന്നെ അവർ നമ്മളെ വേണ്ടാന്ന് പറയും. പിന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാം. അതിൻ്റെ പേരിൽ മ്യാമനോട് ക്ഷമിക്കണേ. തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ പുറകു വശത്തേക്ക് പോവുകയാണ്. ഇവിടെ കുറേ ടൈലർമാർ ഇരുന്നിട്ട് അടിക്കുന്നുണ്ട്. ഈ ഡ്രസ്സിൻ്റെയൊക്കെ അളവുകളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്താ പറയുക കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വെളിയിൽ എക്സിറ്റാണ്. അങ്ങനെ നടന്ന് ഒരുപാട് തളർന്ന് ഇനി നല്ല വിശപ്പുണ്ട് കേട്ടോ. എന്താ കഴിക്കേണ്ടത് നോക്കി നിൽക്കുമ്പോഴാണ് കുറേ പേരുകളൊക്കെ കണ്ടു. ഇപ്പോൾ എനിക്കറിയില്ല, അറിയുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവ് ഭാജിയാണ്. അപ്പം ഒരു പാവ് ഭാജി വാങ്ങി. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ കഴിക്കണമെന്നാണല്ലോ അതിൻ്റെ ഒരു ഇതിനടുത്ത് തന്നെ ദോശ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. പാവ് ഭാജി അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ലസ്സി, എൻ്റെ ഫേവറേറ്റാണ് ലസ്സി. അങ്ങനെ ഒരു കേസരിയ ലസ്സി കൂടെ കുടിച്ചു. ഇനി അങ്ങോട്ട് വീട്ടുപകരണങ്ങളാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ 4000 രൂപേൻ്റെ സ്പ്രേ ആണെന്ന് പറഞ്ഞ് കൊണ്ട് തന്നത്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും എടുക്ക് സേട്ടാ പറഞ്ഞപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഞാനൊന്ന് എടുത്ത് വീട്ടിൽ പോയി അടിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല കറക്കം വന്നു. മയങ്ങുന്ന വരെ വിചാരിച്ചു. അങ്ങനത്തെ ഒരു സ്മെല്ല്. ഇത് അവിടെയൊക്കെ കുറേ സ്ട്രീറ്റ് ഫുഡുകളാണ്. ഐസ്ക്രീമുകളും ഷേക്കുകളും അങ്ങനെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അതൊന്നും ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിനി സമയം ഉണ്ടല്ലോ വരാൻ. അപ്പോഴാണ് ഒരു പയ്യൻ ബുക്ക് കൊണ്ട് വരുന്നുണ്ട്. ആ പയ്യൻ ആ ബുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നാണത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒന്ന് എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. കാരണം ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എടുക്കും. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് എടുത്ത് അടിപൊളി ബുക്കാണ്. അങ്ങനെ നമ്മൾ ഇന്ന് സരോജിനി മാർക്കറ്റിൽ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത മാർക്കറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏതിലാണ് പോകേണ്ടത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ.